പ്രിയപ്പെട്ടവരെ, നമുക്ക് പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ വാർത്തയിലേക്ക് കൂടി ഒന്ന് പോയി വരാം. പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ വിധി ഇന്ന് വരും. എറണാകുളം പ്രത്യേക CBI കോടതിയാണ് കേസിൽ വിധി പറയുക. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം CPM നേതാക്കളും പ്രവർത്തകരുമായ 24 പ്രതികളാണ് കേസിലുള്ളത്. 2019 ഫെബ്രുവരി 17 കല്യാട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടത്. ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം CBI ഏറ്റെടുക്കുകയായിരുന്നു. അർജുൻ കല്യാട് ചേരുന്നു പെരിയയിൽ നിന്നും. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ്. പെരിയ കാത്തിരിക്കുന്നത് ഇന്ന് CBI കോടതിയിൽ നിന്ന് വരാൻ പോകുന്ന വിധി എന്താവും എന്നുള്ളതാണ്. നേരത്തെ ക്രൈംബ്രാഞ്ചും പോലീസും ഒക്കെ അന്വേഷിച്ച് കണ്ടെത്തിയ പ്രതിപട്ടിക വിപുലീകരിച്ചാണ് CBIയുടെ വരവ്. അപ്പോൾ ഇതിൽ പ്രതി ചേർത്തിരിക്കുന്ന മുൻ MLA അടക്കം കുറ്റക്കാരാണ് എന്ന് കണ്ടാൽ അത് ഇന്നത്തെ വലിയ വാർത്തയായി തീരുകയും ചെയ്യും. അപ്പോൾ വലിയ രാഷ്ട്രീയ ആകാംക്ഷയോട് കൂടിയാണല്ലേ പെരിയയും കേരളവുമെല്ലാം ഈ വാർത്ത കേൾക്കാൻ കാത്തിരിക്കുന്നത്? അർജുൻ കല്യാൺ, തീർച്ചയായിട്ടും വലിയ രീതിയിലാണ്, അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ കൂളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് തന്നെയാണ് കല്യോട്ടുള്ള 2 ചെറുപ്പക്കാരുടെ ഈ കൊലപാതകം. മുൻ MLA ഉൾപ്പെടെ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു കേസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ CPMനെ സംബന്ധിച്ചും അത് നിർണായകമാണ്. ഇന്ന് CBI കോടതിയിൽ നിന്നും വരുന്ന എന്താണെങ്കിലും അത് വിധി അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും, അല്ലെങ്കിൽ MLAയോ അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ആരെങ്കിലും ഒഴിവാക്കിയാണെങ്കിലോ, അല്ലെങ്കിൽ അവർ കുറ്റക്കാരാണെന്ന് വിധിച്ചാൽ, അതെല്ലാം ഏത് തരത്തിലുള്ള വിധിയാണെങ്കിലും അത് രാഷ്ട്രീയ രംഗത്ത് വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു വിധി തന്നെയായിരിക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കല്ലിയോട് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും രക്തസാക്ഷി സ്തൂപത്തിൻ്റെ അടുത്ത് തന്നെയാണ്. ഈ നാടും ഈ വിധിക്കായി കാത്തിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ വലിയ രീതിയിൽ അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്രയും നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയവർക്ക് കൃത്യമായ രീതിയിൽ ഒരു ശിക്ഷ ലഭിക്കണമെന്നുള്ളതാണ് അവരെല്ലാം തന്നെ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ സംഭവം ഈ നാടിനെ നടുക്കിയ ഒരു കൊലപാതകമായി മാറിയിരുന്നു. ഈ സ്തൂപം നിൽക്കുന്നതിൻ്റെ ഏകദേശം ഒരു 100 മീറ്റർ അപ്പുറത്താണ് ഈ കൊലപാതകം നടക്കുന്നത്. ഇവിടെ ഒരു ക്ഷേത്രത്തിലെ ഒരു ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. ആ ഉത്സവം നടന്ന് കൃപേഷും ശരത്ലാലും ബൈക്കിൽ വീട്ടിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു കൊലപാതകം. അത് ആസൂത്രിതമായ രീതിയിൽ തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പിന്നീട് ഈ പോലീസും ക്രൈംബ്രാഞ്ചും പിന്നീട് അത് കുടുംബമെല്ലാം നിരന്തരമായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് CBI കേസ് ഏറ്റെടുക്കുകയും ചെയ്തത്. അങ്ങനെ CBI പിന്നീട് ഈ പ്രതിപട്ടിക വിപുലീകരിച്ചാണ് ഇതിനുള്ള അന്വേഷണം, ഇതിൻ്റെ വാദവും കോടതികളിലൊക്കെ CBI കോടതിയിലേക്കുള്ള വാദവും എല്ലാം തന്നെ പൂർത്തിയായത്. ഈ CBI കോടതിയിലെ ഈ വാദം തന്നെ ഏകദേശം 2 വർഷമാണ് ഇതിൻ്റെ വിചാരണയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. 157ഓളം സാക്ഷികളെ വിസ്തരിച്ചു. അത്തരത്തിൽ വിപുലമായ രീതിയിലുള്ള ഒരു സാക്ഷി വിസ്താരവും അതുപോലെ തന്നെ ഈ വിചാരണയും എല്ലാം തന്നെയാണ് ഈ കേസിനകത്ത് നടന്നിട്ടുള്ളത്. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ CBI പ്രത്യേക കോടതി ഇന്നിപ്പോൾ വിധി പറയാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ CPM നേതാക്കളോ അല്ലെങ്കിൽ CPMും ഒരു തരത്തിലും പാർട്ടിക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബന്ധവുമില്ല എന്നുള്ള പ്രതികരണം നടത്തിയെങ്കിലും പിന്നീട് ഇതിൽ ഓരോ ഘട്ടത്തിലും ആദ്യം പോലീസ് അന്വേഷണത്തിലും പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലുമെല്ലാം അത്തരത്തിൽ പ്രതി ചേർക്കപ്പെട്ടവരെല്ലാം CPMുമായി ബന്ധമുള്ളവരാണ്. CPMന്റെ ഏരിയ സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ സെക്രട്ടറി, പ്രാദേശികമായ CPMന്റെ പ്രവർത്തകർ തുടങ്ങി നിരവധിയായിട്ടുള്ള CPM നേതാക്കൾ തന്നെ പ്രതി ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ 14ഓളം പ്രതികൾ ഇപ്പോഴും ഈ ജയിലിൽ തന്നെ കഴിയുകയുമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇന്നത്തെ വിധി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കുന്നത്. എന്തായാലും ഈ പെരിയ കല്ലിയോട് ഈ പ്രദേശത്തെ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ്സുകാരും എല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി, അതായത് കുറ്റം ചെയ്തവർക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ്. ഇവരുടെ കുടുംബാംഗങ്ങൾ പോലും ഇന്ന് ഈ കേസിൻ്റെ വിധി വരുന്നൊരു പശ്ചാത്തലത്തിൽ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബാംഗങ്ങൾ പോലും ഈ വിധി പ്രസ്താവം എന്തായിരിക്കും അല്ലെങ്കിൽ വിധി എന്താണ് എന്നറിയുന്നതിന് വേണ്ടി കൊച്ചിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അവരുടെ ഉൾപ്പെടെ പ്രതികരണം എന്തായിരിക്കും ഈ വിധിക്ക് ശേഷം എന്നുള്ളതും വളരെ നിർണായകമാണ്. അരുൺ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് KV കുഞ്ഞിരാമൻ MLA ഈ കേസിൽ പ്രതിയായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അർജുൻ കല്യാട് ഏതെങ്കിലും തരത്തിൽ KV കുഞ്ഞിരാമൻ പ്രതിയാണ് എന്ന നിലയിൽ അല്ലെങ്കിൽ കുറ്റക്കാരനാണ് എന്ന നിലയിലുള്ളൊരു വിധിയാണ് വരുന്നതെങ്കിൽ അത് പെരിയ ഇരട്ടക്കൊലക്കേസിലെ CPMന്റെ ഗൂഢാലോചന എന്ന കോൺഗ്രസിൻ്റെ വാദം ശക്തിപ്പെടും. അതിനെ പ്രതിരോധിക്കാൻ CPM നന്നേ ബുദ്ധിമുട്ടേണ്ടിയും വരും, അല്ലേ? നമ്മൾ നിർണായകമായി ഉറ്റുനോക്കുന്നതും ഇതിലെ CPMന്റെ ഗൂഢാലോചന ബന്ധം തെളിയിക്കാനാകുമോ എന്നുള്ളതല്ലേ അർജുൻ കല്യാട്?
മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ മാത്രമല്ല, CPM-ന്റെ ഏരിയ സെക്രട്ടറി മുതൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇതിൽ പ്രതിചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പങ്ക് ഇതിനകത്ത് കൃത്യമായ രീതിയിൽ കോടതിയുടെ ഈ വിചാരണയ്ക്കിടെ കോടതിക്ക് ബോധ്യപ്പെടുകയും അത്തരത്തിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയും ചെയ്താൽ സ്വാഭാവികമായും അത് CPM-ന്റെ ഇത്രയും കാലവും CPM എടുത്തിട്ടുള്ളതിന് ഇതൊക്കെ ഒരു ഒരു പുകമറയാണ്, അല്ലെങ്കിൽ CPM-നെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള ഒരു നടപടികളാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്നുള്ള ആ ഒരു വാദം പൂർണ്ണമായും പൊളിക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കത്തിന്, അതായത് CPM-ന്റെ പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം, അതുപോലെ തന്നെ ഏരിയ സെക്രട്ടറി, ഉദുമ ഏരിയ സെക്രട്ടറി, അങ്ങനെ പ്രധാനപ്പെട്ട ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ബ്രാഞ്ച് സെക്രട്ടറിമാരും അതുപോലെ തന്നെ പ്രാദേശികമായ പ്രവർത്തകന്മാരും മുൻ MLA കെ വി കുഞ്ഞിരാമൻ തുടങ്ങിയിട്ടുള്ള 24ഓളം പേരുടെ പ്രതിപട്ടികയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ 5ഓളം പേരുടെ പ്രതിപട്ടിക പിന്നീട് CBI അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ പ്രതിപട്ടികയിലേക്ക് 5ഓളം പേരെ ഉൾപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും ഇത് CPM-നെ സംബന്ധിച്ചും അതീവ നിർണായകമാണ്. കാരണം CPM-ന് ബന്ധമില്ല എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലെ വാദം. എന്നാൽ CBI കോടതി ഇങ്ങനെ ഈ കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരാണെന്ന് വിധിക്കുകയാണെങ്കിൽ CPM-ന് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല. അരുൺ, നമുക്ക് തിരികെ വരാം. തീർച്ചയായിട്ടും കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും അച്ഛന്മാർ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ അവരുടെ പ്രതീക്ഷകൾ എന്താണ് എന്നതുകൂടി നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്. 2 കുടുംബങ്ങളിൽ 2 ചെറുപ്പക്കാരുടെ ജീവനാണ് അന്ന് നഷ്ടപ്പെട്ടത്. ആ വിഷയത്തിൽ CPM പ്രതിരോധത്തിലാകുമോ ഇല്ലയോ എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ നമുക്കറിയാം.